നമ്മുടെ സംസാരത്തിൽ ഒരു വാല്യൂ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കണം. നമ്മൾ ചില യൂട്യൂബ് ചാനലുകൾ കാണുന്ന സമയത്ത് അതിൽ നല്ല കണ്ടൻറ്റുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകും. അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യും. ഇത് അവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാകില്ല, മറിച്ച് അതിൽ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് ആ ഒരു പേജ് അതല്ലെങ്കിൽ ആ ഒരു ചാനൽ നമുക്ക് വാല്യൂസ് തരുന്നത് കൊണ്ട് അവർ പറയാതെ തന്നെ നമ്മൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ പറയുന്നതിൽ, നമ്മൾ സംസാരിക്കുന്നതിൽ, നമ്മൾ ഇടപഴകുന്നതിൽ, നമ്മുടെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് കിട്ടുന്നുണ്ടോ, ഇതിനൊരു വാല്യൂ ഉണ്ടോ, ഇതിനൊരു പുതുമയുണ്ടോ എങ്കിൽ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തേടി വരും. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ നേരം ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തെ വെറുതെ ഒന്ന് പരിചയപ്പെടാണ്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം കൊള്ളാലോ, അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ടല്ലോ, അദ്ദേഹം മണിമണിയായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്കൊരു കുറ്റബോധം തോന്നുകയാണ്, നേരത്തെ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചിട്ട് നമുക്ക് എന്തിനാണ്, അദ്ദേഹത്തെ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പർ മേടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു നമ്പർ മേടിക്കുന്നത്. ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമോ, അതല്ല നമ്മളെ കാണുമ്പോൾ ഭയന്നു പോകുമോ, നമ്മളോട് സംസാരിച്ചതിന് ശേഷം നമ്മുടെ നമ്പർ മേടിക്കാൻ ഉള്ള ഒരു പാകത്തിലുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടോ, നമ്മൾ പറയുന്ന സംസാരം കേട്ടിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനും നമ്മളുടെ വാല്യൂസ്, നമ്മുടെ സംസാരത്തിൽ വാല്യൂസ് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.